ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചുരി ബോട്ടം പാൻറ്റ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷോള് കട്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും ഇട്ടു. പിന്നെ ഒരു ടോപ്പ് അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഇവിടെ ചുരി ബോട്ടം പാൻറ്റ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇടുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ 2.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ട്. അതിനെ ആദ്യമായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് കോണായിട്ടൊന്ന് മടക്കിയിടുക. അതിനുശേഷം മുകളിൽ ഇതുപോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എല്ലാവർക്കും ഇത് എക്സൽ ഡബിൾ എക്സൽ എല്ലാ സൈസുകാർക്കും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ എക്സൽ സൈസാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് ഇരിക്കുന്ന ഭാഗം, ക്രോച്ച് ലെങ്ത്ത് എത്രയാണോ അത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കൊടുത്തു. ടോട്ടൽ 20 താഴേക്ക് വരുന്നത്. ആ 20 നിന്ന് സൈഡിലേക്ക് നമുക്ക് വണ്ണം എത്രയാണ് 10 ഇവിടെ വേണ്ടത്. തുടയുടെ വണ്ണം അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിലേക്കൊന്ന് വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും താഴേക്ക് നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് മുകളിൽ ആ 20 നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ നമുക്ക് വണ്ണം എത്രയാണോ വേണ്ടത്, 7 ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തത്. 7 കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആ 10 നിന്ന് പിന്നീടും താഴേക്ക് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ താഴേക്ക് ഒരു 5 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം അവിടുത്തെ വിഡ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ഞാൻ 6.5 തയ്യൽത്തുമ്പ് കൂട്ടി 7 ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ 5.5 തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി ഒരു 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഏറ്റവും താഴെ നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത് വണ്ണം, അതും ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. ഈ അളവുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓരോ ഭാഗങ്ങളും വീഡിയോസും പ്രത്യേകം കണ്ട് ആ അളവുകളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ അടയാളപ്പെടുത്തിയ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോസ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബെൽറ്റും സൈഡിൽ യോജിപ്പിക്കാനുള്ള 4 പീസുമാണ് കട്ട് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യാം. ബെൽറ്റ് കട്ട് ചെയ്യാനായിട്ട് ഈ പീസിനെ ഇതുപോലെ ലെവൽ ചെയ്ത് ഇതുപോലെ വയ്ക്കാം. ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. മുകളിൽ വരുന്ന പീസിന് കട്ടിങ് ഇല്ല, താഴത്തെ പീസിൽ കട്ടിങ് ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം താഴത്തെ പീസ് നമ്മളിടാൻ. ഇതുപോലെ ലെവൽ ചെയ്തിട്ടതിന് ശേഷം നമുക്കിനി കട്ട് ചെയ്യാം. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 4 പീസിൽ ഒരു പീസ് 12 വരാൻ പാകത്തിന് ഇതുപോലെ എടുക്കുക. ഇതുപോലെ 12 ഇട്ട് താഴെ മുകളിൽ ഇടുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്കുള്ള അളവ് 8 8 ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ ഫുൾ ഭാഗം നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി യോജിപ്പിക്കാനുള്ള പീസാണ് കട്ട് ചെയ്ത് മാറ്റാൻ. പാൻറ്റിൻ്റെ 4 സൈഡിലായിട്ട് യോജിപ്പിക്കാനുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പീസ് എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി പീസ് ആ പീസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 2 പീസ് ഇതുപോലെ ഇട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇടുക. ഇതുപോലെ ഇട്ട് നമ്മൾ പാൻറ്റിൻ്റെ ഭാഗവും ഇതുപോലെ വെച്ച് കൊടുക്കുക. പാൻറ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഭാഗം ഇതുപോലെ മുകൾ ഭാഗമാണ്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ആ പാൻറ്റിനെ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്കും ഇതുപോലെ നമുക്കൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വരാൻ പാകത്തിന് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ. കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ക്രോച്ച് ഏരിയയുടെ ടോട്ടൽ വണ്ണം വരുന്നത് 15 16 വരുന്നത്. ആ രീതിയിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പീസ് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഇനി 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ മറ്റു മെറ്റീരിയലും എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 4 പീസാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ച് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാം. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബെൽറ്റിൽ യോജിപ്പിക്കാനുള്ള പീസെല്ലാം കൂടെ ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. 3 പീസായിട്ടാണ് വരുന്നത് ബെൽറ്റ്. അത് ഇതുപോലെ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം.
ആ 3 സൈഡും കൂട്ടി അടിച്ചതിന് ശേഷം നമുക്ക് നാലാമത്തെ സൈഡ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തുക. അവിടെ നമുക്ക് മടക്കി അടിക്കാനാണുള്ളത്. ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുക. അതിന് ശേഷം നമുക്ക് മുകൾ ഭാഗം രണ്ടും ഇതുപോലെ മടക്കി അടിക്കാനുണ്ട്. അത് നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ മടക്കി അടിച്ച് കൊണ്ടുവന്ന് അവിടെ സൂചി നിർത്തിയതിന് ശേഷം ഇങ്ങോട്ട് മറു സൈഡിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം അവിടെയും സൂചി നിർത്തി വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം നമുക്കിനി മുകൾ ഭാഗമാണ് ഒന്ന് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ മുകൾ ഭാഗം നമുക്കൊന്ന് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇലാസ്റ്റിക് പിടിപ്പിക്കേണ്ടവർക്ക് ഇലാസ്റ്റിക് പിടിപ്പിക്കാം. ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ ഇങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി വീതിക്ക് രണ്ടായിട്ട് മടക്കി നമുക്കിത് സ്റ്റിച്ച് ചെയ്താം. നമുക്കിത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാൻറ്റിൻ്റെ പീസിൽ യോജിപ്പിക്കാനുള്ള പീസാണ് പിടിപ്പിക്കാനുള്ളത്. കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ 4 പീസും യോജിപ്പിച്ചെടുക്കാം. നാല് പീസും യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് താഴ്ഭാഗമാണ് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത്. താഴ്ഭാഗം വീതിക്ക് തന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 കാലിലെയും താഴ്ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൽ ഒരു അടിയും കൂടെ നമ്മൾ താഴ്ഭാഗത്ത് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരാൻ പാകത്തിന് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് താഴ്ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കി താഴെ നിന്നും മുകളിലേക്ക് ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് താഴെ നിന്നും മുകളിലേക്ക് നമുക്കിതുപോലെ 2 കാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കാലിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വന്ന് വയ്ക്കുക. സെൻറ്റർ ഭാഗം തമ്മിൽ ഇതുപോലെ വെച്ച് താഴേക്കും അവിടെ നിന്ന് മുകളിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയയാണ്. ക്രോച്ച് ഏരിയ ഇതുപോലെ വെച്ച് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിലും നമ്മൾ ആ ബെൽറ്റിന് വെച്ച മെറ്റീരിയലും എടുത്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഞൊറിയിട്ടെടുക്കുക. കുറച്ച് ഞൊറിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ കുറച്ച് ഞൊറിയിടുന്നുണ്ട്. ഇതുപോലെ ഞൊറിയിട്ടതിന് ശേഷം ബാലൻസ് സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് ബാക്കിലും വരുമ്പോൾ ചെറിയ ഞൊറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.